നമസ്കാരം, എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തോമസ് ഊട്ടി. ഇന്ന് നമ്മൾ സെൻറ്റൻസ് കറക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പല പരീക്ഷകളിലായി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തോടൊപ്പവും അതുമായി ബന്ധപ്പെട്ട പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഏറെ പ്രയോജനകരമായിരിക്കും. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും പല സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ അവയ്ക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാവും. നിങ്ങൾ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് നിങ്ങൾ സംശയങ്ങൾ അവിടെ ഷെയർ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ ആ ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഈ ചോദ്യം ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. തന്നിരിക്കുന്നതിൽ ശരിയായ സെന്റൻസ് ഏതാണ്? നമ്മൾ ഓരോ ഓപ്ഷനും എടുത്ത് വായിച്ചു നോക്കാൻ പോവുകയാണ്. ഓപ്ഷൻ എ, ഹി ഈസ് അഡോപ്റ്റ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ്. ഓപ്ഷൻ ബി, ഹി ഈസ് അഡാപ്റ്റ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ്. ഓപ്ഷൻ സി, ഹി ഈസ് അഡാപ്റ്റ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ്. ഓപ്ഷൻ ഡി, ഹി ഈസ് അഡാപ്റ്റ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ്. ഈ 4 ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ എല്ലാ സെന്റൻസുകളിലും എല്ലാ ഓപ്ഷനിലും അഡോപ്റ്റ്, അഡാപ്റ്റ് എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. അതായത് ഉച്ചരിച്ച് നോക്കുമ്പോൾ ഉച്ചാരണത്തിൽ സാമ്യം അല്ലെങ്കിൽ സ്പെല്ലിങ്ങിൽ സാമ്യം വരുന്ന ഈ ഒരു വാക്കിലാണ് ഇതിലെ ശരിയും തെറ്റും കിടക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു വാക്ക്, ഇതിന്റെ ശരിയായ രൂപം എവിടെയാണ് കിടക്കുന്നത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കാം നമുക്ക്. അപ്പൊ അതിനു മുൻപായി ഈ അഡോപ്റ്റ് എന്ന വാക്കും അഡാപ്റ്റ് എന്ന വാക്കും അഡപ്റ്റ് എന്ന വാക്കും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവയുടെ അർത്ഥം എന്താണ്, ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ ഈ ചോദ്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എന്താണ് അഡോപ്റ്റ് എന്നുള്ള വാക്ക്. അഡോപ്റ്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. അഡോപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദത്തെടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അഡോപ്റ്റഡ് ചൈൽഡ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അഡോപ്റ്റഡ് ചൈൽഡ്, അഡോപ്റ്റ് ദത്തെടുക്കുക എന്നൊരർത്ഥമാണ്. ഇനി അടുത്തത് അഡാപ്റ്റ് എന്ന വാക്ക്. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമായിട്ട്, ഒരു സാഹചര്യവുമായിട്ട്, ഒരു കാര്യവുമായിട്ട് പൊരുത്തപ്പെടുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അഡ്ജസ്റ്റ് എന്നൊരു മീനിങ് ഉണ്ട്. പൊരുത്തപ്പെട്ടു പോവുക, അഡ്ജസ്റ്റ് ചെയ്യുക, അഡാപ്റ്റ്. അടുത്തത് അഡപ്റ്റ് എന്നൊരു വാക്കുണ്ട്. അഡപ്റ്റ്, ഈ വാക്കിന്റെ അർത്ഥം വെൽ സ്കിൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. സ്കിൽഫുൾ എന്നോ സ്കിൽഡ് എന്നൊക്കെ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതിൽ നൈപുണ്യമുള്ള, കഴിവുള്ള എന്നൊക്കെ അർത്ഥമാണ്. സ്കിൽഡ് എന്നൊരു അർത്ഥം ഉപയോഗിക്കാം. അപ്പൊ ഈ 3 വാക്കുകൾ. ഇനി മറ്റൊരു വാക്ക് അഡപ്റ്റ് എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. അഡപ്റ്റ് എന്നൊരു വാക്ക്, അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വാക്കാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കില്ല എന്നുള്ള കാര്യം ഓർത്തോളൂ. അങ്ങനെ ഒരു വാക്കില്ല. സ്പെല്ലിംഗ് നമുക്ക് തന്നിരിക്കുന്ന തെറ്റായ സ്പെല്ലിംഗ് ആണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ഓപ്ഷൻ അങ്ങ് ഒഴിവാക്കാം. ഹി ഈസ് അഡപ്റ്റ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ്, അത് വരില്ല. ഇനി നോക്കിക്കേ, ഹി ഈസ് ഡാഷ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ്. അവൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ എന്താണ്? അവിടെ നമുക്ക് അവൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ അവൻ എന്തുണ്ട്, അതാണ് ആ സെന്റൻസ്. ഏത് സെന്റൻസ് ആണെങ്കിലും വരുന്ന മീനിങ് ആണ്. അപ്പൊ അവിടെ വരുന്ന വാക്ക് ഇതിൽ അഡോപ്റ്റ് ആണോ, അഡപ്റ്റ് ആണോ, അഡാപ്റ്റ് ആണോ? സോ ഹി ഈസ് സ്കിൽഡ്, ഹി ഈസ് വെൽ സ്കിൽഡ്. ഓക്കെ, എന്താണ്? പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ അവൻ കഴിവുള്ള ആളാണ്, വൈദഗ്ധ്യമുള്ള ആളാണ്, നൈപുണ്യമുള്ള ആളാണ്, കഴിവുള്ള ആളാണ്. അതല്ലേ വരേണ്ടത്? അപ്പൊ നമുക്കറിയാം, ഈ വാക്കുകളുടെ അർത്ഥം അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ആലോചിക്കാനില്ല, ഉത്തരം ഏതേ വരുള്ളൂ? അഡപ്റ്റ് എന്നേ വരുള്ളൂ. ഹി ഈസ് അഡപ്റ്റ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ എന്ത് വേണം? ഈ 3 വാക്കുകൾ പഠിച്ചു വെക്കണം. ഇത് ഇവിടെ മാത്രമല്ല, ഇതിനു മുൻപ് നടന്ന പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള വാക്കുകളാണ്. കൺഫ്യൂസിങ് വേർഡ്സ് എന്നൊക്കെ പഠിച്ച് നമ്മൾ പറഞ്ഞു വെക്കുന്ന വാക്കുകളാണ്. വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടും അങ്ങനെ പല ഭാഗങ്ങളുമായും ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്, സെന്റൻസ് കറക്ഷനിൽ മാത്രമല്ല. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. അഡോപ്റ്റ്, അഡാപ്റ്റ്, അഡപ്റ്റ്. അഡോപ്റ്റ് എന്ന വാക്ക് അഡോപ്റ്റഡ് ചൈൽഡ്, അങ്ങനെ ഓർക്കാം, അല്ലെ? അഡാപ്റ്റ് എന്ന വാക്ക് എന്താണ്? ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ മാറി വരികയാണ്. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഈ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പൊരുത്തപ്പെടാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇനി അഡപ്റ്റ് എന്നുള്ള വാക്ക് എന്താണ്? അഡപ്റ്റ് സ്കിൽ എന്നുള്ളതാണ്. സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിവുള്ള, നൈപുണ്യമുള്ള, വൈദഗ്ധ്യമുള്ള എന്നൊക്കെയാണ് അർത്ഥം അതിന്. ഓക്കെ, അപ്പൊ ഈ 3 വാക്കുകൾ കിട്ടിയെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? എഡിറ്റ് ദ സെന്റൻസ്. ഓക്കെ, വിമൻ കുക്സ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ. ഇതാണ് സെന്റൻസ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ സെന്റൻസ് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ സെന്റൻസിനകത്ത് തെറ്റുണ്ട്, അത് കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്യണം. ഓപ്ഷൻ എ കുക്കാണ്, ഓപ്ഷൻ ബി കുക്കിംഗ് ആണ്, ഓപ്ഷൻ ഈസ് കുക്കിംഗ് ആണ്, ഓപ്ഷൻ ഹാസ് കുക്കിംഗ് ആണ്. അപ്പൊ ഇതിൽ ഏത് വന്നാലാണ് ആ സെന്റൻസ് ശരിയാകുന്നത്? അപ്പൊ എന്തായാലും ചോദ്യം ഇട്ടിരിക്കുന്ന ആളുകൾ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെ ഈ കുക്സ് എന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഭാഗമാണല്ലോ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്.
അപ്പോൾ വിമൻ കുക്സ് ഫുഡ് ഇൻ ദയർ കിച്ചൺ. ഇവിടെ നമുക്ക് നോക്കാം. ഈ വിമൻ എന്നത് WOMAN, ഇത് നമ്മൾ വുമൺ എന്ന് വായിക്കും. ഈ വുമൺ എന്നതിന്റെ പ്ലൂറലാണ് WOMEN, വിമൻ. പലരും വുമൻ എന്നൊക്കെ വായിക്കാറുണ്ട്, പക്ഷെ ഉച്ചാരണം വിമിൻ എന്നാണ് ഉച്ചാരണം. വിമിൻ എന്ന് നമ്മൾ വാക്ക് വായിക്കുന്നത് വിമിൻ എന്നാണ്. ഇത് പ്ലൂറൽ ആയതുകൊണ്ട്, നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് എന്താണ് ഈ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. കുക്സ് എന്നുള്ള വാക്ക് സിംഗുലർ അല്ലേ? കുക്സ് സിംഗുലർ ആണ്, അതുകൊണ്ട് അത് വരില്ല. അവിടെ പ്ലൂറലേ വരൂ. ഏതാണ്? കുക്ക്. അപ്പോൾ വിമിൻ കുക്ക് എന്ന് കിട്ടും. വിമിൻ കുക്ക് ഫുഡ് ഇൻ ദയർ കിച്ചൺ എന്ന് നമുക്ക് ആൻസർ കിട്ടണം. വിമിൻ കുക്ക്, ഓപ്ഷൻ എ, വിമൻ കുക്ക് ഫുഡ് ഇൻ ദയർ കിച്ചൺ എന്നാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് റോങ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ സെന്റൻസ് ഏതാണ്? തെറ്റ് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ഓപ്ഷൻ എയിലേക്ക് നോക്കി, വൺ ഓഫ് ദ സ്റ്റുഡൻസ് റൈറ്റ് ദി എക്സാമിനേഷൻ. ഓപ്ഷൻ ബി, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഓപ്ഷൻ സി, ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ് 2 days ago. ഓപ്ഷൻ ഡി, മൈ റൂം ഈസ് അപ്സ്റ്റേഴ്സ്. 4 ഓപ്ഷൻ വായിച്ചു നോക്കി. ഒരു പക്ഷേ ആദ്യത്തെ വായനയിൽ പലപ്പോഴും നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ നോക്കേണ്ട കാര്യം അടുത്തത്, നിങ്ങൾ ആ സബ്ജക്റ്റ് വെർബ് നോക്കി പോവുക. സബ്ജക്റ്റും വെർബും, അതായത് ആ എഗ്രിമെന്റ് ശരിയാണോ? സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ് ശരിയാണോ? അടുത്ത് നോക്കണം. ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം. ടെൻസ്, അപ്പൊ ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പോവുക. നമുക്ക് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ് ഞാൻ നോക്കുന്നത്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് റൈറ്റ് ദി എക്സാമിനേഷൻ. അപ്പൊ ഈ നമുക്ക് ഈ വൺ ഓഫുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ ഇതിൽ കേട്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വൺ ഓഫിന് ശേഷം ഒരു നൗൺ ഉണ്ടെങ്കിൽ ആ നൗൺ പ്ലൂറൽ നൗൺ ആണ്. വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ പ്ലൂറൽ നൗൺ. ഓക്കെ, അതുപോലെ അതിനുശേഷം വരുന്ന വെർബ്, വൺ ഓഫിന് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആണ്. ഇത് പഠിച്ചിട്ടുണ്ട്. പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. ഇതിനു മുൻപ് നമ്മൾ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ക്ലാസ്സുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് കോൺകോഡിൽ നിന്നുള്ള ഇത്. അത്രമാത്രം പ്രാധാന്യമുള്ളത് ഒന്നാണ്. പലപ്പോഴും നമ്മൾ ഏതൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ തീർച്ചയായും നമ്മളെ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തോളുക, ഇവിടെ വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ പ്ലൂറൽ, വെർബ് സിംഗുലർ. ഓപ്ഷൻ എയിലേക്ക് നോക്കി, വൺ ഓഫിന് ശേഷം ഇരിക്കുന്ന നൗൺ പ്ലൂറൽ. സ്റ്റുഡൻസ് എന്നുള്ള നൗൺ പ്ലൂറൽ ആണ്, അവിടെ തെറ്റില്ല. ഓക്കെ, അടുത്തത് വെർബ് സിംഗുലർ വരണം. പക്ഷെ റൈറ്റ് എന്നുള്ള വാക്ക് സിംഗുലറോ പ്ലൂറലോ? റൈറ്റ് പ്ലൂറൽ ആണ്. റൈറ്റ് എന്നുള്ള വാക്ക് പ്ലൂറലാ. നമുക്ക് വേണ്ടത് ഏതാണ്? സിംഗുലർ ആണ്. അപ്പൊ റൈറ്റ് അവിടെ വരില്ല. ആ സെന്റൻസ് തെറ്റാണ്. റൈറ്റ്സ് എന്ന് വന്നാലാണ് സിംഗുലർ, റൈറ്റ് പ്ലൂറൽ, റൈറ്റ്സ് ആണ് സിംഗുലർ. റൈറ്റ്സ് ആണ് അവിടെ വരേണ്ടിയിരുന്നത്, പക്ഷെ റൈറ്റ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ആ സെന്റൻസ് തെറ്റാണ്. ഓക്കെ, അടുത്തത് ഇനി എന്താണ്? നമുക്ക് ബാക്കി ഒന്നിനോട് ഓപ്ഷൻ ഉണ്ടല്ലോ, അതും കൂടെ നോക്കിയിട്ട് പോവാം. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. എന്നാലും ചില ആളുകൾക്ക് ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ ചിലപ്പോൾ സംശയം ഉണ്ടാകാൻ കാരണം ഇതാണ്, ബ്രെഡ് ബട്ടർ 2 സബ്ജക്റ്റുകൾ അല്ലെ, ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ വെർബ് പ്ലൂറൽ അല്ലേ വരേണ്ടിയത് എന്നൊരു സംശയമുണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ ആർ എന്നല്ലേ വരേണ്ടിയത്? അല്ല, ഈസ് ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മൾ ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. 2 സിംഗുലർ സബ്ജക്റ്റുകൾ, 2 സിംഗുലർ. ആദ്യം ഒരു സിംഗുലർ, ഓക്കെ, അതിനുശേഷം ആൻഡ്, അടുത്ത സിംഗുലർ സബ്ജക്ട്. നോർമലി 2 സിംഗുലർ സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന വെർബ് പ്ലൂറല. ഇതാണ് നോർമൽ റൂള്. പക്ഷേ ഈ 2 സിംഗുലർ സബ്ജക്റ്റുകളും ഒരേ ആശയത്തെ സൂചിപ്പിക്കുന്നു, പരസ്പര പൂരകങ്ങളായി നിൽക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും എന്നൊരു റൂളുണ്ട്. നമ്മൾ എക്സെപ്ഷൻ ആയി പഠിക്കുന്നതാണ്. അവിടെ അത് രണ്ടും ഒരേ രീതിയിൽ ഒരേ ആശയത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ വരുന്ന വെർബ് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്ന് പറയും. ഇതുപോലെ കുറച്ച് പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. ഏതാണ്? ഓണർ ആൻഡ് ഗ്ലോറി, HONOUR, ഓണർ ആൻഡ് ഗ്ലോറി, ഓണർ ആൻഡ് ഗ്ലോറി. ഓക്കെ, പെൻ ആൻഡ് ഇങ്ക്, പെൻ ആൻഡ് ഇങ്ക്. അടുത്തത് സം ആൻഡ് സബ്സ്റ്റൻസ്, സം ആൻഡ് സബ്സ്റ്റൻസ്, സം ആൻഡ് സബ്സ്റ്റൻസ്. ടൈം ആൻഡ് ടൈഡ്, ടൈം ആൻഡ് ടൈഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. ഇവിടെയെല്ലാം ഇവ സബ്ജക്റ്റ് ആയി വരുമ്പോൾ അവിടെ എടുക്കുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. ഈ കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി? എന്താണ് അതിന് ഗ്രാമാറ്റിക്കലി ആ സെന്റൻസ് തെറ്റൊന്നുമില്ല, ആ സെന്റൻസ് ശരിയാണ്. ഓക്കെ, സെന്റൻസിൽ തെറ്റില്ല. ഓപ്ഷൻ സിയിലേക്ക് വന്നു. The accident took place 2 days ago. The accident took place 2 days ago. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഈ പ്രവൃത്തി എപ്പോഴാണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ടൈം വേർഡ് ഉണ്ടാകും. അതിനോട് കടപ്പുണ്ട്. ഏതാണ്? 2 days ago എന്നൊരു വാക്കുകളുണ്ട് അല്ലെ.
2 days ago എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, അതിൽ ഒരു തെറ്റും കാണാൻ പറ്റുന്നില്ല. ഓപ്ഷൻ ഡിയിലേക്ക് നമ്മൾ വരികയാണ്. ഓപ്ഷൻ ഡി, മൈ റൂം ഈസ് അപ്സ്റ്റേഴ്സ്. മൈ റൂം ഈസ് അപ്സ്റ്റേഴ്സ്. ഓക്കെ, അതിലും തെറ്റൊന്നുമില്ല. ഇനി ചില ആളുകൾ എന്ത് വിചാരിക്കും അറിയാമോ? ഈ ഒരു ചോദ്യം മൈ റൂം ഈസ് അപ്സ്റ്റേഴ്സ്, മൈ റൂം ഈസ് ഓൺ അപ്സ്റ്റേഴ്സ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെ. അവിടെ ഒരു പ്രിപ്പോസിഷൻ വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം, അതുകൊണ്ട് അവിടെ എന്തോ കുറവുണ്ട്, അത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ സെന്റൻസിൽ തെറ്റൊന്നുമില്ല, അതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ബി ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്, എയിലാണ് തെറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ സെന്റൻസ് ആണ്. അങ്ങനെ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ നമുക്ക് ആൻസർ കിട്ടുന്നു. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം എന്താണ്? കറക്റ്റ് ദി സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യാനാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ഇനി കറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ഗിവൺ എ പെൻ. ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ഗിവൺ എ പെൻ. ഓക്കെ, ഓപ്ഷനിലേക്ക് നോക്കി. ഓപ്ഷൻ എ ആണ് ഈച്ച് ഓഫ് ദ ബോയ്സ് എന്നതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ. ഓപ്ഷൻ സി ഈച്ച് ഓഫ് ദ ബോയ്സ് ഗീവ് എ പെൻ. ഓപ്ഷൻ ഡിയിലേക്ക് വന്നപ്പോൾ ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ഗിവൺ എ പെൻ. ഓക്കെ, തൊട്ട് മുൻപ് പഠിച്ച കാര്യമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചേ. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞതല്ലേ, വൺ ഓഫിന് ശേഷം വരുന്ന, വൺ ഓഫിന് ശേഷം നിൽക്കുന്ന നൗണ് പ്ലൂറൽ, നൗണ് പ്ലൂറൽ, നൗണ് പ്ലൂറൽ. ഓക്കെ, അതേപോലെ വെർബ് എന്താണ്? വെർബ് സിംഗുലർ. ഓക്കെ, ഇത് വൺ ഓഫിന് മാത്രമല്ല, വൺ ഓഫ് പോലെ അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും ഈച്ച് ഓഫിലും ഇത് തന്നെയാണ്. ഈച്ച് ഓഫിന് ശേഷമാണെങ്കിൽ ഇത് തന്നെ. അതായത് ഐദർ ഓഫിന് ശേഷമാണെങ്കിലും ഇത് തന്നെ അല്ലെ. ദ നമ്പർ ആണെങ്കിലും അത് തന്നെ, ദ നമ്പർ ഓഫ്. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് വൺ ഓഫ്, ഈച്ച് ഓഫ്, എവറി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്, ദ നമ്പർ ഓഫ്. ഇവയ്ക്ക് ശേഷം വരുന്ന നൗൺ പ്ലൂറൽ ആണ്, വെർബ് സിംഗുലർ ആണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടുത്തെയും പ്രശ്നം. ഓപ്ഷൻ എയിലേക്ക് നോക്കി. ഓപ്ഷൻ എയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈച്ച് ഓഫ് ദ ബോയ്സ്, ബോയ്സ് പ്ലൂറൽ ആണ്, ആറും പ്ലൂറൽ ആണ്. ആർ ഗിവൺ എ പെൻ. അപ്പൊ ശരി, വെർബ് പ്ലൂറൽ വരില്ലല്ലോ, വെർബ് പ്ലൂറൽ വരില്ല, ആറ് വരാൻ പാടില്ല. ആ സെന്റൻസ് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അത് ശരിയല്ല. ഇനി ഓപ്ഷൻ ബിയിലേക്ക് നോക്കി. ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പെൻ. ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പെൻ. ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പെൻ. ഓക്കെ, നൗൺ പ്ലൂറൽ, വെർബ് സിംഗുലർ. ഒരു സാധ്യതയുണ്ട് അല്ലെ. ഈ സെന്റൻസിനകത്ത് നമുക്ക് തെറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ അടുത്ത് നമുക്ക് നോക്കാം. ഈച്ച് ഓഫ് ദ ബോയ്സ് ഗീവ് എ പെൻ. തെറ്റാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഗീവ് എ പെൻ, അതിൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അല്ലെ. ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ വരില്ല, വെയർ ഗിവൺ എ പെൻ, അതും തെറ്റാണ്. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സെന്റൻസ്. ഇവിടെ വീണ്ടും തന്നിരിക്കുന്നതിലെ തെറ്റായ സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കാം. ഓപ്ഷൻ എ, ദ പെയിന്റിംഗ് വാസ് ഹാങ്ഡ് ഓൺ ദി വാൾ. ഓപ്ഷൻ എ വായിച്ചു. പ്രത്യക്ഷത്തിൽ തെറ്റുകളൊന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷനിലേക്ക് ബിയിലേക്ക് പോവാം. കോളേജ് ബിഗിൻസ് അറ്റ് 10 o'clock. കോളേജ് ബിഗിൻസ് അറ്റ് 10 o'clock. Option C, my mother seldom goes to the theater. My mother seldom goes to the theater. Option D, I see a crow outside the window. ആ ഓപ്ഷൻ വായിച്ചു. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അങ്ങ് വായിച്ചു പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തെറ്റുകളൊന്നും എങ്ങും കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, വീണ്ടും ഞാൻ ഓപ്ഷൻ എ ഒന്നെടുത്ത് നോക്കുകയാണ്. ദ പെയിന്റിംഗ് വാസ് ഹാങ്ഡ് ഓൺ ദ വാൾ. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം കത്തിയത്. ഹാങ്ഡ് എന്ന വാക്ക് ഇവിടെ കിടപ്പുണ്ട്. ഹാങ്ഡ് എന്ന വാക്ക് എന്താണ്? ഹാങ്ഡ് എന്ന വാക്കിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറെ വാക്കുകൾ പഠിക്കും, കുറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വെർബുകൾ പഠിക്കും. ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കൺഫ്യൂസിംഗ് വെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കുന്ന കുറെ വാക്കുകൾ. അതിനകത്ത് ഈ ഒരു വേർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓർക്കുക, ഈ ഹാങ് എന്നുള്ള വേർഡ്, ഹാങ് എന്ന വാക്ക്, രണ്ട് വാക്കുകളുണ്ട്. ഒരേ ഉച്ചാരണമുള്ള രണ്ട് വെർബുകളുണ്ട്. ഹാങ് എന്ന ഉച്ചാരണമുള്ള രണ്ട് വാക്കുകൾ. അതിൽ ഒരു ഹാങ്ങിന്റെ മീനിങ് തൂക്കിയിടുക എന്നാണ്. ഒരു ഹാങ് തൂക്കിയിടുക, മറ്റേത് തൂക്കിക്കൊല്ലുക എന്നർത്ഥമാണ്. ഒരെണ്ണം തൂക്കിയിടുകയും മറ്റേത് തൂക്കിക്കൊല്ലുകയും. അപ്പോൾ തൂക്കിയിടുക എന്നർത്ഥം വരുന്ന ഹാങ്ങിന്റെ പാസ്റ്റ് V2 ഹങ് ആണ്, HUNG. V3യും ഹങ് ആണ്. ഓക്കെ, ഹാങ് മീനിങ് ഏതാണ്? തൂക്കിയിടുക എന്ന അർത്ഥമാണെങ്കിൽ. ഇനി അതല്ല, തൂക്കിക്കൊല്ലുക എന്നാണെങ്കിൽ അവിടെ വരുന്നത് V2 ഹാങ്ഡ് ആണ്, V3യും ഹാങ്ഡ് ആണ്. ഹാങ്ഡ് മറ്റേത് ഹാങ്. ഇവിടെ എന്താണ്? പെയിന്റിംഗ് വാസ് ഹാങ്ഡ് ഓൺ ദ വാൾ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് തെറ്റു മനസ്സിലായി. പെയിന്റിംഗ് വാസ് ഹാങ്ഡ്. പെയിന്റിങ്ങിനെ നമ്മൾ വോളിൽ കൊണ്ട് തൂക്കിക്കൊല്ലുകയല്ല ചെയ്യുന്നത്, തൂക്കിയിടുകയാണ് ചെയ്യുന്നത് അല്ലെ. The painting was hung on the wall എന്ന് വരണം. HUNG എന്ന് വരണം. HUNG ഹാങ്ഡ് എന്ന് വരാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഏതാണ് സെന്റൻസിൽ തെറ്റ്? അവിടെയാണ് കിടക്കുന്നത്. അതാണ് തെറ്റെന്ന് മനസ്സിലായി.
ബാക്കി സെന്റൻസുകൾ നോക്കാം. കോളേജ് ബിഗിൻസ് അറ്റ് 10 o'clock. ഒരു പ്രശ്നവുമില്ല, അതിലൊരു തെറ്റുമില്ല. മൈ മദർ സെൽഡം ഗോസ് ടു ദി തിയേറ്റർ. സെൽഡം നെഗറ്റീവ് മീനിങ് തരുന്ന ഒരു വാക്കാണ്. സാധാരണ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈ വാക്ക് കാണാറുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അവിടെയും തെറ്റുകളൊന്നുമില്ല. ഐ സി എ ക്രോ ഔട്ട്സൈഡ് ദ വിൻഡോ, അവിടെയും തെറ്റുകളൊന്നും പറയാനായിട്ടില്ല. ഓപ്ഷൻ എയിലാണ് നമ്മുടെ ഇൻകറക്റ്റ് സെന്റൻസ് ഏതാണ്? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇൻകറക്റ്റ്, തെറ്റുള്ളത് ഓപ്ഷൻ എയിലാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം ഓർക്ക്, ഈ രണ്ട് വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. മുമ്പേ നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങിയ സമയത്ത് അഡോപ്റ്റ്, അഡാപ്റ്റ്, അഡപ്റ്റ് ഇങ്ങനെ 3 വാക്കുകൾ പറഞ്ഞു. ഇപ്പോൾ ഹാങ് എന്നുള്ള വാക്ക്, ഹാങ്ങിന്റെ V2 V3 ഓർക്കുക. രണ്ടും തമ്മിലുള്ള അർത്ഥവ്യത്യാസവും സ്പെല്ലിംഗും ഒക്കെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. തന്നിരിക്കുന്നതിൽ ശരിയായ സെന്റൻസ് കണ്ടുപിടിക്കാനാണ് വീണ്ടും ചോദിച്ചേക്കുന്നത്. ഓരോ ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഒന്ന്, 4 years were a long time for a leader to fulfill his promise. 4 years have a long time for a leader to fulfill his promises. 4 years has a long time. ഓക്കെ, എന്തായാലും എല്ലാ ചോദ്യത്തിലും ഈ 4 years ആണ്. ഇവിടെ പ്രശ്നം വരുന്നത് 4 yearsന് ശേഷം വരുന്ന വെർബ് ഏതാണ്? അതാണല്ലോ എല്ലാ ചോദ്യം നോക്കുമ്പോഴും എല്ലായിടത്തും പ്രശ്നം കിടക്കുന്ന അവിടെയാണ്. 4 years where ആണോ, 4 years have ആണോ, 4 years has ആണോ, 4 years is ആണോ? അപ്പോൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്ന ഒന്നാണ്, അതൊരു പീരീഡ് ഓഫ് ടൈംസ് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയി വന്നാൽ, പീരീഡ് ഓഫ് ടൈം ഒരു ഡ്യൂറേഷൻ ഒരു കാലയളവാണെങ്കിൽ സബ്ജക്റ്റ് ആയി നിൽക്കുന്നത്, ഒരു എമൗണ്ട് ഓഫ് മണി ആണെങ്കിൽ എമൗണ്ട് ആണ്. പീരീഡ് ഓഫ് ടൈം ആവാം, എമൗണ്ട് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാണ്ടിറ്റി ആകാം, മെഷർമെന്റ് ആകാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ സബ്ജക്റ്റ് ആയി വരുന്നുണ്ടെങ്കിൽ അവ എടുക്കുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആണ്. വെർബ് സിംഗുലറേ വരും. ഏതൊക്കെയാണ്? പീരീഡ് ഓഫ് ടൈം ആകാം, എമൗണ്ടോ ഡിസ്റ്റൻസോ, ടൈം, എമൗണ്ട്, ഡിസ്റ്റൻസ്, ക്വാളിറ്റി, മെഷർമെന്റ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇവയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അവ എടുക്കുന്ന വെർബ് എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും. വെർബിന്റെ സിംഗുലർ ഫോമേ എടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ പ്ലൂറൽ എല്ലാം നമുക്ക് ഒഴിവാക്കിക്കളെ. ഓപ്ഷൻ എ 4 years where പോയി, ഒന്നാമത്തെ ഓപ്ഷൻ വെട്ടിക്കളഞ്ഞു. 2 4 years have പ്ലൂറൽ, അതും വെട്ടി. ഓപ്ഷൻ സി 4 years has സിംഗുലർ, അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ഡി 4 years ഈസും സിംഗുലർ, അതും നിൽക്കട്ടെ. ഇനി 4 years ഹാസ് എ ലോങ് ടൈം എന്നാണോ, 4 years ഈസ് എ ലോങ് ടൈം ആണോ? നമുക്കറിയാം ഹാസ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും പറയുന്നത് ഹാസ് ഒരു വെർബായി നിൽക്കുമ്പോൾ അതിന് മീനിങ് ഓൺ, ഉണ്ട്, പൊസഷനെ കാണിക്കുന്നു അല്ലെ. 4 years ഹാസ് എ ലോങ് ടൈം. അപ്പൊ നമുക്കറിയാം അവിടെ തെറ്റാ, അർത്ഥം വരുമ്പോൾ ഒരു അർത്ഥം അവിടെ യോജിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ അവിടെ വരുന്നത് ഏതാണ്? 4 years ഈസ് എ ലോങ് ടൈം ഫോർ എ ലീഡർ ടു ഫുൾഫിൽ ഹിസ് പ്രോമിസസ്. അങ്ങനെ ഓപ്ഷൻ സി പോയി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 4 years ഈസ് എ ലോങ് ടൈം എന്ന് നമുക്ക് കിട്ടുന്നു. 4 years ഈസ് എ ലോങ് ടൈം ഫോർ എ ലീഡർ ടു ഫുൾഫിൽ ഹിസ് പ്രോമിസസ് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം, ചൂസ് എ സെന്റൻസ് ദാറ്റ് ഹാസ് ആൻ എറർ ഇൻ ഇറ്റ്. They walk in a moderate speed. The children wants to play. The baby is crying loudly. The members will pay the bill. നോക്കിക്കോ, ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? സമയം വേണ്ടവർക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കാം. എന്തായാലും ഉത്തരത്തിലേക്ക് പോകാം. ഓപ്ഷൻ ഐ, they walk in a moderate speed. ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കണം അവിടുത്തെ ടെൻസ് ഓക്കെ ആണോ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഓക്കെ ആണോ. they പ്ലൂറൽ ആണ്, walk പ്ലൂറൽ ആണ്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് അറിയാവുന്ന കാണുന്നില്ല. സെന്റൻസ് ശരിയാണ്. രണ്ടാമത്തെ സെന്റൻസിലേക്ക് വന്നു. The children wants to play. The children wants to play. നോക്കാം. The children എന്ന വാക്ക് എന്താണ്? ചിൽഡ്രൻ എന്ന വാക്ക് ചൈൽഡിന്റെ പ്ലൂറൽ ആണ്. ചൈൽഡ് എന്ന വാക്കിന്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രൻ പ്ലൂറൽ ആണ്, അതുകൊണ്ട് അവിടെ വരുന്ന വെർബ് പ്ലൂറൽ ഫോം ആയിരിക്കണം. വെർബിലേക്ക് നോക്കി വാൺസ് എന്നാ തന്നിരിക്കുന്നത്. അയ്യോ, വരാൻ പാടില്ല. വാൺസ് വരുവോ? ഇല്ല, വാൺസ് സിംഗുലർ അല്ലേ. അപ്പൊ എന്താവണം? പ്ലൂറൽ ആകണം. ആ സെന്റൻസ് തെറ്റാണ്. സെന്റൻസിൽ തെറ്റുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് വരണം? വാണ്ടെന്നേ വരാൻ പാടുള്ളൂ. സിംഗുലർ ആണ് കിടക്കുന്നത്, പ്ലൂറൽ ആകണം. ദ ചിൽഡ്രൻ വാണ്ട് ടു പ്ലേ എന്ന് വരണം. ഓപ്ഷൻ സിയിലേക്ക് നോക്കാം. ദ ബേബി ഈസ് ക്രൈയിങ് ലൗഡ്ലി, നോ പ്രോബ്ലം, സെന്റൻസ് ശരിയാണ്. ദ മെമ്പേഴ്സ് വിൽ പേ ദ ബിൽ, അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല, ആ സെന്റൻസും ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിലെ തെറ്റേതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ. The children want എന്ന് പറയണമായിരുന്നു. ചിൽഡ്രൻ പ്ലൂറൽ ആണ്, ചൈൽഡിന്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചേ. സെന്റൻസ്, കറക്റ്റ് സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് വീണ്ടും. She speaks French fluently. She speaks the French fluent. She speaks the French fluently. She speaks French fluent. സിമ്പിൾ ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്ക് നന്നായി പഠിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. കാരണം അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജിന്റെ പേരിനോടുകൂടി നമ്മൾ ദ ചേർത്തും ഇല്ലാതെയൊക്കെ ഉപയോഗിക്കുന്ന കാര്യം. ഓക്കെ,
അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് ആദ്യം ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അതായത് നമ്മളൊരു ഭാഷയുടെ പേരിന് മുൻപ്, ഭാഷയുടെ പേരെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് എന്നത് ഒരു ഭാഷയുടെ പേരാണ്, അറിയാലോ, നെയിം ഓഫ് എ ലാംഗ്വേജ്, ഫ്രഞ്ച്. അപ്പോൾ ഒരു സെന്റൻസിൽ ഞാൻ വെറുതെ ഫ്രഞ്ച് എന്ന് മാത്രമേ കാണുന്നുള്ളെങ്കിൽ ഓർത്തോളൂ, അത് ആ ഫ്രഞ്ച് എന്ന ലാംഗ്വേജിനെയാണ് അത് സൂചിപ്പിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അവിടെ ഫ്രഞ്ച് എന്ന ലാംഗ്വേജ് ആണ്. ഫ്രഞ്ച് എന്ന് മാത്രമേ കാണുന്നുള്ളെങ്കിൽ അത് ഫ്രഞ്ച് എന്ന ലാംഗ്വേജ് ആണ്. അതേ സമയത്ത് ആ ഫ്രഞ്ച് എന്ന വാക്കിന് മുൻപ് ദ എന്ന ആർട്ടിക്കിൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ അത് ലാംഗ്വേജ് അല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്ന, സംസാരിക്കുന്ന ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. സ്പീക്കിംഗ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ, അതായത് ഫ്രഞ്ചുകാർ. ദ ഫ്രഞ്ച് എന്നാണെങ്കിൽ നമ്മൾ പറയും ഫ്രഞ്ചുകാർ എന്ന് പറയും. ദ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷുകാർ എന്ന് പറയാം. ദ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ. മനസ്സിലായോ? ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ. ദ സ്പാനിഷ് ആണെങ്കിലും അതുപോലെ തന്നെ. അപ്പോൾ ഒരു സെന്റൻസ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അവിടെ ഈ ചോദ്യം ഇട്ടിരിക്കുന്ന ആളുകൾ അവരവിടെ ഉദ്ദേശിക്കുന്നത് ഭാഷയാണോ, അല്ലെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്ന ആളുകളെയാണോ? ഈ ഏത് വാക്ക് വന്നാലാണ് സെന്റൻസ് അവിടെ ശരിയാകുന്നത്, സെന്റൻസിന് അർത്ഥം ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ അതിനൊരു പൂർണ്ണമായ അർത്ഥം ഉണ്ടാകുന്നത് ഏതാണ്, അത് നമ്മൾ ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് നോക്കാം. ഷീ സ്പീക്സ് ഇൻ ഫ്രഞ്ച് ഫ്ലുവൻലി. ഷീ സ്പീക്സ്, അവൾ ഫ്രഞ്ച് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നു എന്നല്ലേ? ആ സെന്റൻസിൽ തെറ്റൊന്നുമില്ല, കറക്റ്റ് സെന്റൻസ് ആണ്. ഷീ സ്പീക്സ് ഫ്രഞ്ച് ഫ്ലുവൻലി. ഓക്കെ, ഒരു പ്രശ്നവും ഇല്ല. 2, ഷീ സ്പീക്സ് ദ ഫ്രഞ്ച് ഫ്ലുവന്റ്. ദ ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഭാഷയല്ല, അല്ലെ? അത് സെന്റൻസ് തെറ്റാ. ഓപ്ഷൻ സി, ഷീ സ്പീക്സ് ദ ഫ്രഞ്ച് എന്ന് വീണ്ടും വന്നു, അവിടെയും അതും തെറ്റാണ്. ഓപ്ഷൻ ഡി, ഷീ സ്പീക്സ് ഫ്രഞ്ച്, അതുവരെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഫ്ലുവന്റ് എന്ന വാക്ക് ഓർത്തേ, ഫ്ലുവന്റ് അവസാനം വരുന്ന അഡ്വേർബ് ഫ്ലുവൻലി എന്നതാണ് അഡ്വേർബ്, ഫ്ലുവന്റ് എന്നതല്ല. ഫ്ലുവൻലി എന്ന വാക്ക് വരണം, അല്ലെ? ഫ്ലുവന്റ് എന്ന് പറയുമ്പോൾ അത് അഡ്വേർബ് ആയി വരുന്നില്ല. ഇതിന് ശേഷം വരുന്ന അവസാനം വരുന്ന വാക്ക് ly എൻഡിങ് വരുന്ന വാക്കാണ്. അവിടെ വരേണ്ടത് ഫ്ലുവൻലി എന്ന് വരണമായിരുന്നു, അതുകൊണ്ടാണ് അത് തെറ്റിപ്പോകുന്നത്. ഷീ സ്പീക്സ് ഫ്രഞ്ച് ഫ്ലുവൻലി. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഏതാണ് ഭാഷയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ദാ വേണ്ട, ഭാഷ സംസാരിക്കുന്ന ആളുകളെയാണ്. അപ്പൊ ഇതുപോലെ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു എന്നാണ് സെന്റൻസ് വരുന്നതെങ്കിൽ ദ ഫ്രഞ്ച് എന്നും ദ ഇംഗ്ലീഷ് എന്നും വരണം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്താണ് വേണ്ടത്, ചോദ്യത്തിന് ഏത് വാക്ക് വരുമ്പോഴാണ് അവിടെ ഒരു മീനിങ് കംപ്ലീറ്റ് ആകുന്നത് എന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ ഇതുപോലെ ആ പേര് അല്ലെങ്കിൽ അതിനോടുകൂടി ഇതാ ചേർന്ന് വരുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പഠിക്കുന്ന ഈ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് എന്തായാലും ഉടൻ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.